അറക്കൽ ബീവി അവസാന ഭാഗം. അമ്മൻ്റെ സ്നേഹം എല്ലാ അർത്ഥത്തിലും അറിഞ്ഞപ്പോൾ തന്നെ സനു പൂർണ്ണയായി. അറക്കൽ തറവാട്ടിലെ മണിയറയും ആ ചുവരുകളും പോലും അവരുടെ പ്രണയം കണ്ട് നാണിച്ചുപോയി. രാവിലെ പതിവ് പോലെ ഉണർന്നപ്പോൾ സനുവിന് കഴിഞ്ഞുപോയ രാത്രിയെക്കുറിച്ചോർത്ത് നാണം വന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൾ ആ നഗ്നസത്യം അറിഞ്ഞത്. അവളെ കൈകൊണ്ടും കാലുകൊണ്ടും നമ്മുടെ ചെക്കൻ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അവനെ ഉണർത്താതെ എണീക്കൽ അസാധ്യം തന്നെ. പ്രണയം ആവോളം പകുത്തെടുത്ത ശേഷം അവൻ്റെ കയ്യിൽ തലചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി ഉറക്കം പിടിച്ചത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. റൂമിലെ റാന്തൽ വിളക്കിൽ നിന്നും നേർത്ത വെളിച്ചം റൂമിൽ തെളിയുന്നുണ്ട്. ആ വെളിച്ചത്തിൽ അവൻ്റെ മുഖം ശോഭിക്കുന്നതായി അവൾക്ക് തോന്നി. ഉറങ്ങുമ്പോൾ ചെക്കൻ എന്തൊരു പാപം! കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇന്നലെ എന്തൊക്കെയായിരുന്നു! സകലമാന കള്ളത്തരവും ചെക്കൻ്റെ കയ്യിലുണ്ട്. അവൾ നാണത്തോടെ ഓർത്തു. അവളുടെ കൈകൾ അവൻ്റെ കവിളിലൂടെ ഒന്ന് തഴുകിയപ്പോൾ അവൻ അവളിലേക്ക് ഒന്ന് കുറുകി ചേർന്ന് കിടന്നു. അവളുടെ മാറിൽ അവനെ ട്രിം ചെയ്ത് വെട്ടിയൊതുക്കിയ മീശയും താടിയും തട്ടിയപ്പോൾ അവൾക്ക് ഇക്കിളിയായി. അവളൊന്ന് പിടഞ്ഞുപോയി. പതുക്കെ അവൻ്റെ കൈകൾ വിളർത്താൻ നോക്കിയപ്പോൾ അവൻ ഉണർന്നു. കണ്ണു തുറന്ന് അവളെ നോക്കി അവൻ്റെ മുഖത്ത് നിമിഷനേരം കൊണ്ട് കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അവളെ ഒന്നുകൂടി മുറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരങ്ങൾ പരസ്പരം വീണ്ടും കിന്നാരം പറഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. എങ്ങോട്ടാ പെണ്ണെ ഇത്ര നേരത്തെ എണീറ്റ് പോകുന്നത്? നമുക്കൊന്നുകൂടി സ്നേഹിച്ചിട്ടൊക്കെ പോയാൽ പോരെ? എനിക്ക് ഇന്നലെ ഒട്ടും മതിയായില്ല. അയ്യടാ, അത് മതി സ്നേഹിച്ചത്. മാറിക്കേ, ഇപ്പം സുബൈ ബാങ്ക് വിളിക്കും. പോടി ദുഷ്ടേ, അവൻ ചിണുങ്ങി. എങ്കിലും അവളുടെ പിടി അയച്ചില്ല. അവൻ്റെ കൊച്ചു കുഞ്ഞിനെപ്പോലെ നിഷ്കളങ്ക തോന്നിക്കുന്ന മുഖം കണ്ടപ്പോൾ സനു അവൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തു. ഇനി നമ്മുടെ മുമ്പിൽ സമയം നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ പൊന്നെ, പിന്നെ എന്തിനാ ഇത്ര ധൃതി? സനു പ്രണയം നിറഞ്ഞ നോട്ടത്തോടെ ചോദിച്ചു. ഒന്നുകൂടി ഹോട്ടായി തന്നാൽ താൻ പൊയ്ക്കോ? അവൻ കൊഞ്ചിയപ്പോൾ അവൻ്റെ മറ്റേ കവിളിലും അവൾ ചുണ്ടമർത്തി. അവളുടെ ആദരത്തിൻ്റെ ചെറുചൂടറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് നിറഞ്ഞു. അവൻ്റെ കയ്യും കാലും അയഞ്ഞപ്പോൾ തന്നെ അവൾ പതുക്കെ എണീറ്റ് ഡ്രസ്സുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ സമതും റാബിയയും ഷസാദും വീട്ടിലേക്ക് തിരിച്ചു പോകാനിറങ്ങി. ഒരാഴ്ച കൂടി അമനും സനുവും അവിടെ നിൽക്കുന്നുണ്ട്. സനുവിൻ്റെ ഉമ്മാൻ്റെ തറവാട്ടിലേക്ക് അവരെ നേരെ പിറ്റേന്ന് തന്നെ വിരുന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ സൽക്കാരവും ബന്ധുക്കളുടെ വീട് സന്ദർശനവുമായി അവർ പിന്നീടുള്ള ദിവസങ്ങളിൽ തിരക്കിലായി. സഫിയയുടെ തറവാട്ടിലെത്തിയപ്പോൾ സനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. തൻ്റെ ഉമ്മ ജനിച്ചു വളർന്ന വീടാണ്. ഉമ്മയുടെ ഉമ്മയും സഹോദരങ്ങളും എല്ലാവരും തന്നെ സ്നേഹത്താൽ മൂടുന്നുണ്ട്. ആ സ്നേഹത്തിലും അവൾക്ക് വല്ലാത്ത നൊമ്പരം തോന്നി. പക്ഷേ തൻ്റെ പെണ്ണ് കണ്ണു നിറയ്ക്കുന്നത് ഇഷ്ടമില്ലാത്ത അമൻ അവളെ ഇടയ്ക്കിടെ ശാസനയോടെ കണ്ണുരുറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചു ഡീസൻ്റാവും. സഫിയയുടെ ഉമ്മ ബീവാത്തിമക്ക് കൊച്ചുമോളെ എത്ര തൊട്ടിട്ടും തലോടിയിട്ടും മതിയായില്ല. അങ്ങനെ ആ ദിവസം അവരവിടെ താമസിച്ചു. വീണ്ടും വരാമെന്ന ഉറപ്പിൽ പിറ്റേന്ന് അവർ തിരിച്ചു അറക്കലിലേക്ക് യാത്രയായി. അങ്ങനെ ഒരാഴ്ച അറക്കൽ തറവാട്ടിലും താമസിച്ച ശേഷം അവർ വീണ്ടും തങ്ങളുടെ തട്ടകത്തിലേക്ക് തിരിച്ചെത്തി. അവർ പോരുന്ന നേരം അറക്കൽ തറവാട്ടിൽ ഓരോരുത്തരും കണ്ണീർ വാർത്തു. സാറാ ബീവി അമനെയും സനുവിനെയും ചേർത്ത് പിടിച്ച് വാത്സല്യം ചൊരിഞ്ഞു. മാസത്തിൽ ഒരാഴ്ച അവിടെ വന്നു നിൽക്കാമെന്ന് ഉറപ്പു നൽകിയ ശേഷമാണ് എല്ലാവരുടെയും മുഖമൊന്ന് തെളിഞ്ഞത്. ദിവസങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. റാബിയയുടെ ഗർഭകാലം കൂട്ടത്തിൽ എല്ലാവരും നന്നായി ആസ്വദിച്ചു. അപ്പോഴേക്കും സഫിയയും അവർക്കിടയിൽ ഒരു കുടുംബത്തെപ്പോലെയായി മാറിയിരുന്നു. സനുവിനുള്ളിൽ സൂഫിയയെയും ഷഹസാദിനെയും കൂട്ടിച്ചേർക്കാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപക്ഷെ സൂഫിയക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ അവിടെ ജോലിയിൽ അവർ തുടരില്ല എന്നുള്ള ചെറിയ പേടിയിൽ അവൾ അത് തൽക്കാലം പുറത്തുവിട്ടില്ല. ഉള്ളിൽ തന്നെ വെച്ചു. റാബിയയുടെ പ്രസവം കഴിഞ്ഞു പറ്റിയ അവസരം വരുമ്പോൾ ചാർത്താമെന്ന് കരുതി. കാത്തിരിപ്പിൻ്റെ 2 മാസങ്ങൾ കൊഴിഞ്ഞുപോയി. സനുവിനെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു റിസൾട്ടിനായുള്ള കാത്തിരിപ്പായിരുന്നില്ല. തൻ്റെ കഠിനാധ്വാനത്തിന് കാലം നൽകുന്ന മറുപടിക്കായുള്ള കാത്തിരിപ്പായിരുന്നു. ഒടുവിൽ ആ സുദിനം വന്നെത്തി. ലാപ്ടോപ്പിന് മുന്നിൽ വിറയ്ക്കുന്ന വിരലുകളോടെ ഇരിക്കുന്ന സനുവിൻ്റെ തോളിൽ അമൻ കൈകൾ ചേർത്തു. അവളുടെ ശ്വസനത്തിൻ്റെ വേഗത കൂടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. സനു, പേടിക്കാതെ നോക്ക്, എൻ്റെ പെണ്ണ് ഉയർന്ന മാർക്കോടെ ജയിക്കും. അമൻ ആത്മവിശ്വാസത്തോടെ അവളുടെ കാതിൽ മന്ത്രിച്ചു. വെബ്സൈറ്റിൽ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് ബട്ടൺ അമർത്തിയ നിമിഷം സ്ക്രീനിൽ തെളിഞ്ഞ റിസൾട്ട് കണ്ട് സനുവിൻ്റെ കണ്ണുകൾ വിളർന്നു. അവൾ വെറുമൊരു വിജയിയല്ല, കോളേജിലെ തന്നെ റെക്കോർഡ് മാർക്ക് വാങ്ങി കോളേജ് ടോപ്പറായി മാറിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് സനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിശ്വസിക്കാനാവാതെ സീരിയലിലേക്ക് നോക്കിയിരുന്ന അവളുടെ മുഖം അമൻ തൻ്റെ കൈക്കുമ്പിളിലെടുത്തു. അവൻ്റെ കണ്ണുകളിൽ അഭിമാനവും പ്രണയവും തിരതല്ലുന്നുണ്ടായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ ആ വിജയത്തിൻ്റെ മധുരം പങ്കുവെക്കാനെന്നോണം അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ അമർത്തിയ ആദ്യത്തെ ചുംബനം ആ 2 മാസത്തെ ടെൻഷനുകളെല്ലാം ഇല്ലാതാക്കി. പിന്നീട് അവളുടെ കവിളുകളിൽ മാറി മാറി ചുംബിക്കുമ്പോൾ അമൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അവൾ അറിയുകയായിരുന്നു. ഐ ആം സോ പ്രൗഡ് ഓഫ് യു സനു, അവൻ കിതപ്പോടെ പറഞ്ഞു. അവൻ്റെ ആലിംഗനത്തിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ സനുവിന്
ലോകം കീഴടക്കിയ അനുഭൂതിയായിരുന്നു. കോളേജ് ഓഡിറ്റോറിയം വിദ്യാർത്ഥികളെ കൊണ്ടും രക്ഷിതാക്കളെ കൊണ്ടും നിറഞ്ഞിരുന്നു. സ്റ്റേജിൽ മുഖ്യാതിഥികളിൽ നിന്നും അവാർഡ് സ്വീകരിക്കാൻ സനുവിൻ്റെ പേര് വിളിച്ചപ്പോൾ ഉയർന്ന കരഘോഷം അമൻ്റെ കാതുകളിൽ സംഗീതം പോലെ തോന്നി. വെള്ളയും ഗോൾഡൻ ബോർഡറുമുള്ള ഭംഗിയുള്ള ഫ്രോക്കിൽ നിറഞ്ഞ ചിരിയോടെ അവൾ സ്റ്റേജിലേക്ക് നടന്നു കയറുന്നത് അമൻ കണ്ണിമ വയ്ക്കാതെ നോക്കി നിന്നു. സദസ്സിലിരുന്ന അമൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അഭിമാനം നിറഞ്ഞു. അവളുടെ ഓരോ നോട്ടവും തൻ്റേതു കൂടിയാണെന്ന തോന്നൽ അവനെ സന്തോഷിപ്പിച്ചു. വിജയാഘോഷങ്ങൾ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ഓരോരുത്തരും അവളെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു. അമൻ തവൻ്റെ വകയായി സർപ്രൈസ് ഗിഫ്റ്റ് നൽകിയത് ഒരു മനോഹരമായ ഡയമണ്ട് റിംഗ് ആയിരുന്നു. അവളുടെ വിരലുകളിൽ അത് അണിയിക്കുമ്പോൾ അവൻ ഓർത്തു, അവളുടെ ചിരിയോളം തിളക്കം ആ കല്ലിനുമില്ലെന്ന്. അക്ബർ അലിയുടെ വകയായി ഒരു പുത്തൻ ഫോർച്യൂണർ കാർ തന്നെ സമ്മാനമായി ലഭിച്ചു. സനുവിൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരും ആ ആഘോഷത്തിൽ പങ്കുചേരാനെത്തിയിരുന്നു. എല്ലാവരുടെയും കൈകളിൽ ഓരോരോ സമ്മാനപ്പൊതികളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഷസാദ് നൽകിയ ഭംഗിയുള്ള കമ്മലുകൾ സനുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും സമ്മാനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ സമദ് എന്തെങ്കിലും വാങ്ങാൻ ഒരുങ്ങിയതും സനു അവനെ തടഞ്ഞു. ഉപ്പ, ഇനി ഒന്നും വേണ്ട. ഡ്രസ്സും ചെരിപ്പും ഓർണമെൻറ്റ്സും ഒക്കെ എനിക്ക് ഇന്ന് ആവശ്യത്തിലധികം ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. എന്തിനാ വെറുതെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്? എനിക്കിതുവരെ ഉപ്പയല്ലേ ഓരോ ജയത്തിനും വാങ്ങിത്തരാറ്? വേണ്ടാഞ്ഞിട്ടാ. സനുവിൻ്റെ ഈ കെഞ്ചൽ കേട്ട് എല്ലാവരും ചിരിച്ചു. എങ്കിലും ആ വീട്ടിൽ അന്ന് ഒഴുകിയത് സ്നേഹത്തിൻ്റെയും വിജയത്തിൻ്റെയും തേന്മഴയായിരുന്നു. അവൻ്റെ കൈകോർത്ത് ആ രാത്രിയിൽ നടക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് തൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് സനു മനസ്സിലുറപ്പിച്ചു. അത് കഴിഞ്ഞ് അവൾ വീണ്ടും PGക്ക് വേണ്ടി അടുത്ത കോളേജിൽ പോയി തുടങ്ങി. കാലം ആരെയും കാത്തു നിൽക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അറക്കൽ തറവാട്ടിലും മൂഴിക്കൽ തറവാട്ടിലും അവർ നിത്യസന്ദർശകരായി തീർന്നിരുന്നു. അമൻ്റെയും അവളുടെയും പ്രണയം പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകുന്നുണ്ട്. 4-5 മാസങ്ങൾക്ക് ശേഷം അമൻ ഓഫീസിലും സനു കോളേജിലുമാണ്. റാബിയക്ക് ഡേറ്റ് അടുത്തതിനാൽ സമദ് കുറച്ച് ദിവസങ്ങളായി ഓഫീസിൽ പോകാറില്ല. അവന് സഹായത്തിന് ഷസാദ് ഉള്ളതുകൊണ്ട് കുഴപ്പവുമില്ല. അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് റൂമിൽ വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് റാബിയക്ക് വാട്ടർ ബ്രേക്കായി. സമദും സൂഫിയയും കൂടി പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. എത്തിയ ഉടനെ തന്നെ അവളെ ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ട്. സമദിന് നന്നായിട്ട് ടെൻഷനുണ്ടായിരുന്നു. അയാൾ വേഗം അമനെയും സനുവിനെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. സനുവിനെ കോളേജിൽ നിന്നും പിക്ക് ചെയ്ത് അമനും സനുവും വേഗത്തിൽ തന്നെ ഹോസ്പിറ്റലിലെത്തി. അപ്പോഴാണ് സമദിന് പകുതി ആശ്വാസം വന്നത്. ലേബർ പെയിൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഇടയ്ക്ക് ഡോക്ടർ വന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് സിസേറിയൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നവർ സൂചിപ്പിച്ചു. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ആ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ തന്നെ അങ്ങിങ്ങ് നടക്കുന്നുണ്ട്. മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ തീയിൽ ചവിട്ടിയതുപോലെയാണ് അവിടെ നിന്നത്. ഉമ്മയെ 5-6 മണിക്കൂർ വേദനയിലാഴ്ത്തിക്കൊണ്ട് സമദിൻ്റെയും റാബിയയുടെയും കുട്ടിക്കുറുമ്പൻ ഇങ്ങെത്തി. നേഴ്സ് വന്ന് വിവരം പറഞ്ഞപ്പോൾ സനുവിന് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. അവൾ സമദിന് സ്നേഹമുത്തം നൽകിയ ശേഷം അമൻ്റെ നെഞ്ചിൽ പതുങ്ങി നിന്നു. അവനും സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ ശേഷം ടർക്കിയിൽ പൊതിഞ്ഞ ആ കുഞ്ഞനിയനെ സമദിൻ്റെ നിർബന്ധപ്രകാരം സനു കയ്യിലേക്ക് ഏറ്റുവാങ്ങി. കുഞ്ഞു പഞ്ഞിക്കെട്ട് പോലെയുള്ള ആ കുഞ്ഞു കയ്യിൽ അവൾ ആദ്യത്തെ മുത്തം കൊടുത്തു. അമനും അവളോടൊപ്പം കുഞ്ഞനിയനെ നോക്കി നിന്നു. പിന്നെ അവിടെ മിഠായി വിതരണവും ഡോക്ടർക്ക് വേണ്ടി കേക്ക് കട്ടിംഗ് വരെ അവർ നടത്തി. റാബിയ തിരിച്ചു വന്നപ്പോൾ സമദും സനുവും അമനും അവളുടെ നെറുകയിൽ സ്നേഹം ചൊരിഞ്ഞു. അവരുടെ മുഖത്തെ സന്തോഷം റാബിയയുടെ ഉള്ളിലെ ശേഷിച്ച വേദനയും ഇല്ലായ്മ ചെയ്തു. അങ്ങനെ 2 ദിവസത്തെ ഹോസ്പിറ്റലിൽ വാസത്തിന് ശേഷം അവർ വീട്ടിലെത്തി. അവർക്ക് എല്ലാ സഹായത്തിനും സൂഫിയ കട്ടക്ക് കൂടെയുണ്ട്. റാബിയയുടെ വേദുകുളി പോലും അവൾ ഏറ്റെടുത്തു ചെയ്തു. കുറച്ച് ദിവസം കോളേജിന് ലീവെടുത്ത് സനുവും കുഞ്ഞിച്ചക്കനെ നോക്കാൻ തയ്യാറായി. അങ്ങനെ അവരുടെ ഓരോ ദിവസവും സന്തോഷത്തോടെ കുഞ്ഞു റബീഹിൻ്റെ കൂടെ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. അമനും സമദും സനുവും പോകുമ്പോൾ കുറച്ചു നേരം കുഞ്ഞിച്ചക്കനെ കളിപ്പിച്ചിട്ടേ പോകാറുള്ളൂ. കുഞ്ഞിച്ചക്കന് 6 മാസം പ്രായമായപ്പോൾ വീട്ടിൽ സന്തോഷങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ സനുവിൻ്റെ ഉള്ളിൽ മറ്റൊരു ചിന്ത കൂടിയുണ്ടായിരുന്നു. അത് തൻ്റെ ഉപ്പയെക്കുറിച്ചായിരുന്നു. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഒറ്റയ്ക്ക് ജീവിച്ചു തീർത്ത ഷഹസാദിന് ഇനി ശിഷ്ടകാലം താങ്ങായി ഒരാൾ വേണമെന്ന് അവൾ ഉറപ്പിച്ചു. തൻ്റെ മനസ്സിലുള്ള ആ വലിയ പ്രപ്പോസൽ അവൾ അമനോടും സമദിനോടും റാബിയയോടും തുറന്നു പറഞ്ഞു. സനുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ റാബിയയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഷഹസാദ് കിടന്നു വന്ന വഴികളും അദ്ദേഹത്തിൻ്റെ അവസ്ഥയും അവർക്ക് അറിയാമായിരുന്നു. റാബിയ സൂഫിയെ അടുത്ത് വിളിച്ച് സാവധാനം കാര്യങ്ങൾ അവതരിപ്പിച്ചു. സൂഫിയ ആ വീട്ടിലെ രംഗത്തെപ്പോലെയായിരുന്നല്ലോ. സൂഫിയ, ഷഹസാദിക്കൊരു കൂട്ട് വേണം. നിനക്കും ജീവിതത്തിൽ ഒരാൾ വേണമെന്നില്ലേ? എത്ര കാലം നീ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കും? റാബിയ പൂർത്തിയാക്കുന്നതിന് മുമ്പേ സൂഫിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. പകരം ആ കണ്ണീരിൽ ഒരു സമ്മതമുണ്ടായിരുന്നു. കാരണം അത്രമേൽ ഒരു ഇണയുടെ സാമീപ്യവും സുരക്ഷിതത്വവും അവളും ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ മൗനം സമ്മതമായി എല്ലാവരും ഏറ്റെടുത്തു. എന്നാൽ ഷഹസാദിനെ സമ്മതിപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. സനു തന്നെ ആ ദൗത്യം ഏറ്റെടുത്തു. മോളെ, എനിക്കിനി എന്തിനാ ഒരു വിവാഹം?
ഈ പ്രായത്തിൽ നാട്ടുകാർ എന്തു പറയും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം ഒഴിഞ്ഞു മാറി. പക്ഷേ സന വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. താൻ രോഗാവസ്ഥയിൽ തളർന്നു പോയപ്പോൾ കൂടെ കൂട്ടിയ മകളുടെ സ്നേഹത്തിനു മുന്നിൽ അദ്ദേഹത്തിന് അധിക നേരം വാശി പിടിക്കാൻ കഴിഞ്ഞില്ല. ഉപ്പാക്കൊരു കൂട്ട് വേണം, അതെൻ്റെ വാശിയാണ്, ഉപ്പ സമ്മതിച്ചേ പറ്റൂ എന്ന് സന ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ തൻ്റെ മകളുടെ സന്തോഷത്തിനായി അദ്ദേഹം ആ വിവാഹത്തിന് സമ്മതം മൂളി. ആർഭാടങ്ങളില്ലാതെ അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിൽ വളരെ ലളിതമായ രീതിയിൽ അവരുടെ നിക്കാഹ് നടന്നു. നിക്കാഹിന് ശേഷം ഷഹ്സാദ് സൂഫിയക്ക് മഹറണിയിക്കുമ്പോൾ സദസ്സിലിരുന്ന സനുവിൻ്റെയും റാബിയയുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. വലിയ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും ആ ചടങ്ങ് പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമായിരുന്നു. അമനും സനുവും ചേർന്ന് അവർക്കായി ഓഫീസിനടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സ് നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. അതവർക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു. പുതിയ വീട്ടിലേക്ക് താമസം മാറിയതോടെ ഷഹ്സാദിൻ്റെയും സൂഫിയയുടെയും ജീവിതം വീണ്ടും തളിർക്കാൻ തുടങ്ങി. കളിയും ചിരിയും നിറഞ്ഞ ആ കൊച്ചുവീട് അവർക്ക് നൽകിയത് വലിയൊരു ആശ്വാസമായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ശാന്തത ഷഹ്സാദ് അവിടെ കണ്ടെത്തി. അവർ തങ്ങളുടെ പുതുജീവിതം ആസ്വദിച്ചു തുടങ്ങി. തൻ്റെ ഉപ്പയുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിൽ സനു അമനെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്നേഹവും കരുതലും നിറഞ്ഞു നിന്നിരുന്നു. അന്ന് രാത്രി കുഞ്ഞൻ്റെ കൂടെ അപ്പുറവും ഇപ്പുറവും കിടന്നുകൊണ്ട് സനവും അമനും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിമാറ്റത്തെക്കുറിച്ചോർത്തു. അമിക്ക, നമ്മൾ ഒരുമിച്ച കാരണം കൊണ്ട് ശിഥിലമായി കിടന്ന നമ്മുടെ കുടുംബം ഒന്നിച്ചു അല്ലേ? ഉപ്പാക്കും ഒരു കുടുംബം വന്നപ്പോൾ ഇന്നാണ് എൻ്റെ മനസ്സിന് സമ്പൂർണമായ ഒരു സമാധാനം കൈവന്നത്. സനു സന്തോഷത്തോടെ പറഞ്ഞു. അമനും അത് ശരിവെച്ചു. അവർ രണ്ടുപേരും കുഞ്ഞു റബീഹിന് ഇരു കവിളിലും ഉമ്മകൾ നൽകി. അവനും എന്തിനെന്നറിയാതെ കയ്യും കാലും ഇളക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. റാബിയ കുഞ്ഞിനെ ഉറക്കാൻ കൊണ്ടുപോയപ്പോൾ അമനും സനുവും തങ്ങളുടെ തട്ടകത്തിലേക്ക് ചേക്കേറി. പിന്നെ നമുക്കും റബീനെ പോലെ ഒരാളെ സ്വന്തമായിട്ട് വേണ്ടേ കൊഞ്ചിക്കാൻ? എന്നാലേ എനിക്ക് സമാധാനമാവൂ. അമൻ ഒരു കൊഞ്ചലോടെ സനുവിൻ്റെ കാതിൽ കടിച്ചുകൊണ്ട് മന്ത്രിച്ചു. അവൻ്റെ അതര ലാളനത്തിൽ വിവശയായി മറുപടി പറയാതെ നാണിച്ചുകൊണ്ട് അവൻ്റെ മാറിൽ സനു പതുങ്ങിക്കിടന്നു. അന്നത്തെ രാത്രിയിൽ അവരുടെ പ്രണയത്തിൻ്റെ തിരുശേഷിപ്പ് അമൻ്റെ ആഗ്രഹം പോലെ അവളുടെ ഉദരത്തിലേക്ക് യാത്ര തുടങ്ങിയിരുന്നു. അറക്കൽ ബീവി എന്ന ഈ കഥ ഇവിടെ സമാപിക്കുകയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയ കഥകൾ നിങ്ങളിലേക്കെത്തും. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ തുടരുക.